രാവിലെ തട്ടുകടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ നേരെ പ്രോഗ്രാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്നാണ് നമ്മുടെ വിരമിച്ച സൈനികരുടെ തമിഴ് സംഘം കാട്ട്പാടിയിലാണുള്ളത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ഹാളിലേക്കാണ് പോകുന്നത്. ഹാളിൻ്റെ എൻട്രൻസ് തന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം കേരളത്തിൽ നിന്ന് വന്നത് ഞാൻ മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാം തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ മാത്രമാണ്. ഹാളിൻ്റെ മുകളിലത്തെ നിലയിൽ കയറുന്ന സ്റ്റെയർ കേസ് തന്നെ സുഭാഷിനെ കണ്ടു. അത് കഴിഞ്ഞ് ദേവരാജലുവിനെ കണ്ടു. ദേവരാജലിൻ്റെ കയ്യിലൊരു കെട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ബൈക്ക് ആക്സിഡൻറ്റിൽ പറ്റിയതാണെന്ന്. ഹാളിനകത്ത് ഇന്നലെ കണ്ടവരെ കൂടാതെ ഇന്ന് പുതുതായി വന്ന കുറച്ച് ആൾക്കാരും കുറച്ച് ഫാമിലീസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കോർഡിനേറ്ററായ അരുമേദാസ് വേണ്ട നിർദ്ദേശങ്ങളിൽ നൽകുന്നുണ്ടായിരുന്നു. ഹാളിനകത്ത് എന്നെ കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം കേരളയിൽ നിന്ന് ഇത്ര ദൂരം താണ്ടി ഈ സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവരും എന്നെ അഭിനന്ദിക്കാൻ തുടങ്ങി. അതിനുശേഷം അരുമേദാസ് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി. ചെറിയൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ സംഗമം തുടങ്ങാൻ പോകുകയാണ്. 2-3 കുട്ടികൾ വന്ന് നിലവിളക്ക് കൊളുത്തി തുടർന്ന് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനേൻ്റെ വീഡിയോ ഇതിനകത്തില്ല. അതിനുശേഷം ചെറിയ ചെറിയ ഗെയിമുകളോടുകൂടിയാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നത്. ആദ്യമായി ബോൾ പാസിംഗ് ഗെയിമാണ്. ഇതിന് അകമ്പടിയായി മ്യൂസിക് ഉണ്ട്. മ്യൂസിക് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ ബോൾ ഉള്ളത് അവർ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. ഇത് കണ്ടിന്യൂ തൊട്ടും ഒരാൾ വിന്നാവും. ഇത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കായുള്ള ഗെയിമാണ്. ഇതേ സെയിം ഗെയിമാണ് കുട്ടികൾക്കും. മ്യൂസിക്കൽ ചെയർ ഗെയിമാണ് അടുത്തത്. അത് ജെൻസിനുള്ളതാണ്. അപ്പോൾ ഞാനും ഈ കളിയിൽ പങ്കുചേർന്നു. ആദ്യം തന്നെ ഞാനിവിടുന്ന് ഔട്ടായിരുന്നു. കാരണം നമുക്ക് ഇവരെ കളിയായിട്ട് അത്ര പൊരുത്തപ്പെട്ടു പോയില്ല. ആദ്യത്തെ തന്നെ ഞാൻ ഔട്ടായി. അങ്ങനെ മ്യൂസിക്കൽ ചെയർ ഗെയിമിന് കളവനാഥൻ വിന്നായി കേട്ടോ. അടുത്തതായി ആണുങ്ങൾക്കുള്ള ഒരു ഗെയിമാണ്. ഒരു വൃത്തം വരച്ച് വൃത്തത്തിന് ചുറ്റിനും നടക്കുക. അതിനുശേഷം ഇൻ ഔട്ട് പറയുമ്പോൾ വൃത്തത്തിനകത്തും ഔട്ട് എന്ന് പറയുമ്പോൾ വൃത്തത്തിന് വെളിയിലും വരുന്നൊരു ഗെയിമാണിത്. ഇപ്പോൾ ഈ ഗെയിം ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവരിൽ വളരെ ചെറുപ്പക്കാരായ എക്സർവൈസ്മാന്മാരാണ് കേട്ടോ. ഞാൻ വന്നതിനും ശേഷം എത്രയോ കൊല്ലത്തിന് ശേഷം പെൻഷൻ വന്ന ടീമാണ്. ഇവരൊന്നൊരു ഗെയിമിനും പങ്കെടുക്കാതെ മാറിയിരിക്കുന്നത് കാണുമ്പോഴാണ് അതിശയാകുന്നത്. കുട്ടികൾക്കായുള്ള മറ്റൊരു ഗെയിം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഇതിൽ നിന്ന് ഓരോ പ്രാവശ്യമായിട്ട് ഔട്ടായിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഒരാൾ വിന്നറാവും.
ഇതിനിടയിലാണ് സാജുവും ഭാര്യയും മോനും കൂടി വന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളായിട്ട് ഞാനും സാജുവും 2 പേരായി. സാജു ഇപ്പോൾ കേരള പോലീസിൽ സർവീസ് ചെയ്യുന്നുണ്ട്. ദൂരെ ഇരിക്കുന്ന മഞ്ഞ ഷർട്ടാണ് സാജുവിൻ്റെ മോൻ, കൂടെ ഇരിക്കുന്നത് സാജുവിൻ്റെ വൈഫാണ്. ഇവിടെ ഇപ്പോൾ ഈ ഫംഗ്ഷന് പങ്കെടുത്തത് 4 മലയാളികൾ മാത്രമേ. ആണുങ്ങൾക്കായിട്ടുള്ള മറ്റൊരു ഗെയിം ഇവിടെ ഇറങ്ങിയായിരുന്നുണ്ട്. ഒരു ടേബിൾ വെച്ച് ടേബിളിന് മേലെ ബോട്ടിലുകൾ, സ്ക്വാഷ് ബോട്ടിലുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മ്യൂസിക് നിൽക്കുമ്പോൾ ബോട്ടിൽ എടുക്കണം. ഇതിൽ നിന്ന് ഓരോരാൾ ഓരോ പ്രാവശ്യമായിട്ട് ഔട്ടായിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് അവസാനം ഒരാൾ വിന്നാവുകയും ചെയ്യും. അപ്പോൾ 1-2 മണിക്കൂർ നേരം ഈ ഗെയിമുകൾ തന്നെയായിരുന്നു. അതിനുശേഷം ഗെയിമുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും ഒത്തുകൂടി. അരമേദാസ് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാവരെയും വാം വെൽക്കം ചെയ്തു. അതിനുശേഷം ഗെയിമിലെല്ലാം വിന്നറായവർക്കെല്ലാം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ അരുമദാസാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഈ തമിഴ് സംഘത്തിൻ്റെ ഓർഗനൈസർ, കോർഡിനേറ്റർ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇദ്ദേഹവും ഈ പരിസരത്തുള്ള ആൾക്കാർ വെച്ചിട്ടാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് ഓരോ പ്രാവശ്യമായിട്ട് ഈ തമിഴ് സംഘം നടക്കുന്നത്. ആദ്യം വേലൂർ നടന്നിരുന്നു, അതിനുശേഷം വന്നിട്ട് തഞ്ചാവൂർ നടത്തി, പിന്നെ കുംഭകോണത്ത് 4ാമത്തെ സംഘമാണ് നടക്കാൻ പോകുന്നത്. എഗൈൻ വേലൂർ വെച്ച് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 7th ഫീൽഡ് റെജിമെൻറ്റ് ഗസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിലറി ഫീൽഡ് യൂണിറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് വിരമിച്ച സൈനികർ, അതിലും ഓൾമോസ്റ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ തമിഴ് സംഘം എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ള സ്റ്റേറ്റിലുള്ള പ്രതിനിധികൾക്ക് ഇതിൽ പങ്കെടുക്കാം, അതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. 4ാമത്തെ സംഘമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ഇതേമാതിരി കേരളത്തിലും മലയാളികൾ വെക്കുന്നുണ്ട്. ആന്ധ്രയിലുള്ള ഈ റെജിമെൻറ്റിൽ നിന്ന് വിരമിച്ചവർ ആന്ധ്രയിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ 4 സ്റ്റേറ്റിലുള്ള ആൾക്കാരും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഇനി ഒക്ടോബർ 2-ാം തീയതി നമ്മൾ കേരളത്തിൽ വെച്ച് നടക്കും. അത് കഴിഞ്ഞ് ഡിസംബറിൽ തെലുങ്ക് സംസ്ഥാനത്തിൽ നിന്ന് വിരമിച്ച ആൾക്കാർ അവരെ ഹൈദരാബാദിൽ വെച്ച് നടക്കുന്നുണ്ട് പ്രോഗ്രാം. അടുത്തതായി ഗെയിമുകളിലും കളിച്ച് വിന്നറായവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്.
Surya. Doctor Yadavan. Tadrushya. ഈ സംഗമത്തിലെ ഏറ്റവും സീനിയറായ സുബേദാർ മണി സാബ് ഏകദേശം 42 വർഷം മുന്നേ പെൻഷനായി ഇദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അതുപോലെ തന്നെ സീനിയോറിറ്റി അനുസരിച്ച് ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി പൊന്നാടി അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നായിക്ക് പൊന്നുരാജ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. ഇതാണ് മിസ്റ്റർ കളവനാഥൻ, പൊളിറ്റീഷ്യനാണ്, കൂടാതെ സിനിമാ നടൻ കൂടിയാണ്. ഇതുവരെ 4 ഫിലിമിൽ അഭിനയിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് നമ്മുടെ ജേക്കബ് സാർ. ഇതിനിടയിൽ തന്നെ എന്നെയും സാജുവിനെയും ആദരിച്ചു. എന്നെയും സാജുവിനെയും ആദരിക്കാൻ സ്റ്റേജിൽ വന്നത് ഓർഡിനറി ക്യാപ്റ്റൻ ശിവജ്ഞാന സാബുവും ഓർഡിനറി ലഫ്റ്റനൻറ്റ് ലോകനാഥൻ സാബുവാണ്. കൂടാതെ നമുക്ക് 2 പേർക്കും ഗിഫ്റ്റും തന്നു. 2 ബാഗും 2 കപ്പ്, നമ്മുടെ റെജിമെൻറ്റിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത 2 കപ്പ്, ഷോക്കേസിലെല്ലാം വെക്കാൻ പറ്റിയ അതിമനോഹരങ്ങളായ 2 കപ്പും 2 ബാഗും നമുക്ക് ഗിഫ്റ്റായിട്ടും കൂടി തന്നു. അതിനുശേഷം എനിക്ക് സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അത് ഞാൻ പൂർണ്ണമായും മുതലാക്കി. शादी हो गया बिल्कुल फ्री है इसलिए घूम रहा है। तमिल संगम में पहली बार आए हुए, मैं पिछले बार आने के लिए सोचा था लेकिन कुछ कारणवश मेरे को नहीं पाया। उसका अभी जो फ्री का मतलब ये है बिल्कुल किट्टा किट्टा रहेगा, घर में बैठना नहीं है। मैं अभी घूमते रहा। अभी मेरा यही है, हमारा जो साथी है आप लोग है, हमारा फैमिली है, 7 फीट का जो फैमिली है उनका सभी का घर में जाना है। अभी मैं 3-4 आदमी का घर में गया हुआ, अपना जैकब सर के घर में गया,
ऊटी ऊटी में गया चिकन ग्रिल और गौड़ा साहब का जो भद्र गौड़ा साहब है, भद्र गौड़ा साहब के घर में गया। फौज में जो सर्विस करते हुए थे ना, हम आप लोग हमेशा दुश्मनी नहीं रहता, क्योंकि ये तो सारे काम देगा, सीनियर जैसे साहब है आपको काम देगा, इसी वजह से आपको अच्छा नहीं लगता था। लेकिन जो पेंशन आने के बाद है ना, हम इतना फ्री है, इतना प्यार है आपस में, वो कभी हम भूल नहीं सकते। क्योंकि मेरे को एक तो ये जैकब साहब का घर में और जो गौड़ा साहब का घर में जाने के बाद ही पता चला हम इतना प्यार में रहता था। 2 दिन गौड़ा साहब मेरे साथ ही रहा, वहाँ पूरा मेरे को घुमाया, उनका जो एरिया में जहाँ जहाँ हिस्टोरिकल प्लेस है मेरे को दिखाया। मैं इतना खुश था और उनका घर में खाना पीना रहने का पूरा बंदोबस्त किया है भद्र गौड़ा साहब। उसी तरह हमारे जैकब साहब है, मैं ऊटी में गया, मेरे कार में गया था, ऊटी में पूरा मेरा कार जैकब साहब ने ड्राइव किया, मेरे को कोई परेशानी नहीं हुआ, पूरा ऊटी पूरा घूम के मेरे को दिखाया। और इवनिंग में जैकब साहब के घर में मेरे को इतना रिसेप्शन दिया है, खाना दिया, प्यार दिया, मैं कभी नहीं भूल सकता। इसी वजह से मैं ये तमिल संगम में आया। अभी जितना भी आदमी का घर में अगर हो सकता है तो मैं पाटिल साहब आपका भी घर में आएगा, एक दिन ऐसा होगा अनएक्सपेक्टेड एक एक आदमी का घर में आएगा। हमारा जो प्यार है ना, जो सर्विस में जो जितना भी हमारे जो यंग स्टेज में हमारा जो प्यार है वो हम बरकरार रखना है, यही मेरा एम है। अभी सभी से मिलना, सभी के घर में जाना, सभी से प्यार बांटना, यही है। और हो सकता है तो आप सब आपस में मिल करके अपना अपना घर में जा करके हमारे ये स्ट्रेंथ है ये बरकरार रखना करके मेरा प्रार्थना है। साहब साहब वांग प्लीज साहब नहीं लो ஓடும் நதியாக கங்கா தினமும் ஒரு தண்ணி போயிட்டே இருக்கும். அதே மாதிரி நம்ம போற தண்ணிங்க அந்த தண்ணிங்க இதுக்கு ஓடுற தண்ணிகள் எல்லாமே கங்கா தான். 7 பெண் ரிமன் கதாலா ஒரே மாதிரி தான். எல்லாம் நல்லவங்களாவே இருப்பாங்க, வரவங்க நல்லவங்களாவே இருப்பாங்க. இப்படி இதுதான் வாழ்க்கையில வாழ்ந்தது 21 வருஷம் ரிட்டைர்மெண்ட் ஆயிடுச்சு. குடும்பத்தோட குறைஞ்சபட்சம் நம்ம உணவுக்காக வெளியில வந்த கூட ஜாப்ல இருந்தேன். ஒரு 10-15 வருஷங்களாக தான் குடும்பத்தோட குடுத்தனம் பண்ணிட்டு இருக்கேன். അധിക നാൾ നമ്മ ഇതിനിടയിൽ ജേക്കബ് സാറിനെ സഹദേവനെ ആദരിക്കാൻ എനിക്കും അവസരം കിട്ടി. ഞാൻ അവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. എൻ്റെ കൂടെ ഈ ഇരിക്കുന്നതാണ് സുബേദാർ മേജർ ഓണർ ലഫ്റ്റനൻറ്റ് ചന്ദ്രശേഖരൻ സാബ്. അടുത്ത ഒരു സംഗമം തേനിയിൽ വെച്ചാണ്. അപ്പോൾ തേനിയിലത്തെ സംഗമത്തിന് നമ്മളെ ഇപ്പോഴേ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷം നമ്മുടെ റെജിമെൻറ്റിൻ്റെ സുബേദാർ മേജറായിരുന്ന സുബേദാർ മേജർ ഗോവിന്ദരാജാണ്. ഇദ്ദേഹം ഇപ്പം പെൻഷൻ വന്ന് 1 മാസമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ஸ்பெஷல் தேங்க்ஸ். அப்புறம் என்னுடைய தரப்புல உங்களுக்கு அப்புறம் பர்தராஜ் சார் நல்ல ஜாயிண்ட் செக்ரட்டரி மாதிரி ஃபுல் ஐடியா அவர் தான் பண்ணியிருந்தீங்க. பாக்கி அந்த பார்த்துருப்பீங்க கீழே என்னென்ன நடந்தது. இதுல ஃபுல் சப்போர்ட்டா இருந்தது நம்ம அவள்தான் கமலமுருகன் ஒரு ஸ்பெஷல் தேங்க்ஸ். அதோட யாத்த பேர் மிஸ் ஆனா சாரி, எல்லாருக்குமே நன்றி சொல்ல கடமைப்பட்டிருக்கேன் அந்த மீட்டிங்க்கு. வாங்க 2 பேரும் வாங்க சார்.
ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസറായിരുന്ന ഓണറി ക്യാപ്റ്റൻ അരുമേദാസിനെ ഓണറി ലഫ്റ്റനന്റ് ID സ്വാമി സാർ ആദരിച്ചു. வணக்கத்தையும் குழந்தை நீடோடி வாழ்க வாழ்க பல்லாண்டு வாழ்க படிப்புடன் வாழ்க வெகு சிறப்பாக வாழ்க வாழ்க என்ற வாழ்த்தி நமது தமிழ் சங்கத்தின் சார்பாக நன்றியையும் வணக்கத்தையும் சொல்கிறேன். நன்றி வணக்கம். സുബേദാർ മണി സാർ, അതായത് ഈ സംഗമത്തിലെ ഏറ്റവും സീനിയറായ ആളാണ്. അവർ ബാക്കിയുള്ള സീനിയർ ജെസിയോസവാന്മാരെ എല്ലാവരെയും ആദരിക്കുന്നൊരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓണറി ക്യാപ്റ്റൻ ശിവജ്ഞാനൻ സാബ്, നായ് സുബേദാർ ഷൺമുഖൻ സാബ്, സുബേദാർ പാണ്ഡ്യൻ സാബ്, സുബേദാർ സെൽവരാജ് സാബ് എന്നിങ്ങനെ ഇവരെല്ലാം ആദരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദരിക്കൽ ചടങ്ങ് തീരാറായി. ഇനി ഫോട്ടോ സെക്ഷനാണ്. അത് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണമാണ്. നാലാമത് തമിഴ് സംഘം വേലൂരിൽ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഈ ഹാളിൻ്റെ താഴത്തെ ഹാളിലാണ് ഭക്ഷണത്തിന് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും പിരിഞ്ഞു പോകാൻ. ഈ ഒരു തമിഴ് സംഘത്തിൻ്റെ ഓർഗനൈസർ ഇത്രയധികം ഭംഗിയായി ഈ ഒരു സംഭവം പൂർത്തീകരിച്ചതിന് ഓണറി ക്യാപ്റ്റൻ അരുമേദാസിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന സുബേദാർ മേജർ ഗോവിന്ദരാജ്, സുബേദാർ ചന്ദ്രൻ സാബ്, ഹവൽദാർ കമൽ മുരുകൻ എന്നിവർക്കും വളരെയധികം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. തമിഴ് സംഘം മുടിഞ്ഞ് എല്ലാരും പോകുന്നു. தேனியில் பார்க்கலாம். ഓക്കെ തേനിയാ ഓക്കെ വന്നിട്ടില്ല സാർ. കാർ പിടിച്ചെത്താൻ പറ്റും. കളവന്നാണ് വണ്ടി ഭയങ്കരமான വണ്ടി വെച്ചിരിക്കില്ല. ആർമി മിലിറ്ററി மூணாறு வந்து எல்லாமே കളവനാഥനും പാർട്ടി വിട്ടേച്ച്. ഓക്കെ കളവനാഥ, we'll meet again. We'll meet again at Theni. கர்னல் கமாண்ட் ஆக்கிடுறேன். ஒரு படம் நமக்கு ஆர்மி படம் எடுக்கிறேன். அந்த படத்துல வந்து நீங்க தான் கர்னல். கண்டிப்பா ஆமா ரைட். அதுல நான் பாக்குறேன் எப்ப பாரு ஃபேமிலியோட போறாரு, அப்புறமா மூஞ்சில ஆடுறாரு. யா பாய் வர்சாமி சாப். வணக்கம் சாப். வணக்கம். next year we'll meet again at Theni. Oh, I will definitely come there. Please come with not family. With family. Yeah. Okay. For son.
ട്രെയിനിൽ பார்க்கலாம் എന്നോട് പറഞ്ഞു முருகன் தேனியில சொல்லியிருக்கு மேகமலை ரூம்ஸ் மேகமலை வித் ஃபேமிலி കുമിളിയിൽ ഇറങ്ങலாம் அப்ப நம்ம நெக்ஸ்ட் டைம் தேனியில் பார்க்கலாம் தேனியில உங்களுக்கு மேகமலை ரூம் போட்டு மேகமலையில் எல்லா ஃபங்க்ஷனும் சார் 1 லட்சம் खर्च ஆகுமா சார் ஓகே சார் ஜி 1 லட்சம் ஆகுமா 1 லட்சம் ரூபா ரூம் ஆகுமா ஒரு நான் பேமெண்ட் பண்ணுறேன் சார் ஜி ஓகே